ഹായ്, ഞാൻ നാജ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ താറ്റ്സ് അടുക്കള. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കിയാണ്. ഹരിയാലി ചിക്കൻ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കനാണ്. നല്ല ഒരു ഗ്രീൻ മസാല ചിക്കനാണ്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ഡിഷുമാണ്. നല്ല സ്പൈസിയും ഫ്ലേവർഫുള്ളുമായ ഈ റെസിപ്പി ഇനി നിങ്ങളുടെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ പുലാവിനാണ് ഈ ഡിഷ് തയ്യാറാക്കിയത്. പുലാവ്, ചപ്പാത്തി, ഞാൻ ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം. നമുക്ക് അടിപൊളിയായ ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും മഞ്ഞളും ചേർത്ത് വാഷ് ചെയ്ത് അരമണിക്കൂർ നാരങ്ങ വെള്ളത്തിലിട്ട് എടുത്തതാണ്. 750 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ മാരിനേഷനാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ 1 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. ഓരോരുത്തരെയും ഇഷ്ടമനുസരിച്ച് എടുക്കുക. ഓയിൽ 1 ടീസ്പൂൺ, ഞാൻ കോൺ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആ ചിക്കനിലേക്ക്, ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് മല്ലിപ്പൊടി, ടർമറിക് പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ഓയിൽ ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് അരപ്പ് പിടിക്കണം. ഞാനത് 20 മിനിറ്റ്, ഒരു 15 to 20 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിയില 1 കപ്പ്, പുതിനയില മിൻറ്റ് ലീവ്സ് 1/2 കപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കാഷ്യൂനട്ട് 8 തൊട്ട് 10 വരെ ആകാം, പച്ചമുളക് 4 തൊട്ട് 5 വരെ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് അധികം എരിവുള്ള ഡിഷല്ല. ഇതുപോലെ തൈര് 4 ടേബിൾ സ്പൂൺ, അത് ഹങ് യോഗർട്ടാണ്. ഒരു അരിപ്പയിലിട്ട വെള്ളം എല്ലാം കളഞ്ഞെടുത്തതാണ്. ഫ്രൈഡ് ഓണിയൻസ് 1 കപ്പ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് മല്ലിയില, പുതിനയില, കാഷ്യൂനട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, യോഗർട്ട്, തൈര്, പുളിയില്ലാത്ത തൈരാട്ടോ. ഞാനതൊരു മസ്ലിൻ ക്ലോത്തിലിട്ട വെള്ളം എല്ലാം കളഞ്ഞ് എടുത്തതാട്ടോ. അരിപ്പയിലിട്ടാലും മതി, വെള്ളം പോയി കിട്ടും. വെള്ളം പാടില്ല. അത് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം നമുക്ക് ആ പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയും കൂടെ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഈ പേസ്റ്റ് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഓയിലെല്ലാം ചേർത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ, അതിലേക്ക് ഈ പേസ്റ്റും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് എല്ലാത്തിടത്തും പിടിക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, ക്യുമിൻ പൗഡർ, പെപ്പർ പൗഡർ, കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കണേ. അതുപോലെ തന്നെ മല്ലിപ്പൊടി, കൊറിയാൻഡർ പൗഡറും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂറായി. ഞാൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ എടുത്തു. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാക്കിയിട്ട് ഞാൻ കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ പീസ് ചേർത്ത് ഒരു 5 to 7 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാ പീസും ഇട്ട് ഒരു സൈഡ്
വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ 5 തൊട്ട് 7 മിനിറ്റ് വരെ നമുക്ക് വെച്ച് കൊടുക്കാം. ആ 7 മിനിറ്റിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച മാരിനേഡ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യമുള്ള ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇനി വേണ്ടത് ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, ക്രീം 2 ടേബിൾ സ്പൂൺ, ബട്ടർ 1 ക്യൂബ്. ഈ ബട്ടറൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ഫ്ലേവർ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം വീണ്ടും ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ ഞാൻ വെച്ചിരുന്നു. അതിന് ശേഷം അതിലേക്ക് ഗരം മസാല പൗഡർ, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്രീം, ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് 1 ക്യൂബ് ബട്ടറും കൂടി ഇനി ചേർക്കാനുണ്ട്. ഒരു ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ ഇളക്കി എല്ലാം മിക്സ് ആവട്ടെ. ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനത് പച്ചമുളകും ക്രീമും വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും ഒന്നിത് തയ്യാറാക്കി നോക്കുകയും വേണം. നല്ല സൂപ്പർ ടേസ്റ്റി ഡിഷാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.